മാധവ, നമ്മളൊരു മണ്ടത്തരവാ ചെയ്തതെന്ന് എന്റെ മനസ്സ് പറയണം. അതന്നെയാ പങ്കേട്ട ഞാനും ആലോചിക്കുന്നത്. എന്തായാലും തുരുത്തുമ്മല് പോയി അവന്റെ അമ്മയോടും പെങ്ങളോടും വിവരം പറയണം. ആ, താനെങ്കിലും അവിടെ നിൽക്കായിരുന്നു. ആ ശങ്കരൻ നല്ലോണം പേടിച്ച മാതിരി ഉണ്ട്. ഇനി ഇപ്പൊ തിരിച്ചു പോകാനൊന്നും പറ്റില്ല. വഴി കുറെ ദൂരം പോണം. ഇനി നാളെ രാവിലെ പോവാം. ക്ലോക്കിന്റെ സ്പ്രിങ് പോകാൻ കണ്ട നേരം രാത്രി 2 മണിക്ക്. ആറു മണിയായിട്ട് ലൈറ്റ് ഒന്നും അണച്ചു കാണില്ലല്ലോ. ആളെവിടെ പോയത്? ഓ, ഇന്നലത്തെ കക്ഷികളിൽ സംസാരിച്ച് സമയം പോയി കാണും. സുരേന്ദ്ര, സുരേന്ദ്ര, എന്തു പറ്റി? അല്ലേ അനീഷേ, കുറച്ച് വെള്ളം എടുത്തോണ്ട്. ഓ സുരേന്ദ്ര, എവിടെ? അവിടെ സാറേ, ആ പെണ്ണ് സെല്ലിലില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? സുരേന്ദ്ര, എന്താ ഉണ്ടായത്? പറയൂ. സാറേ, ആ ശങ്കരൻ പറഞ്ഞത് സത്യമായിരുന്നു. ആ പെണ്ണ് രക്ഷയായിരുന്നു. രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പോ ഈ ക്ലോക്ക് 2 അടിച്ചു. പിന്നെ അത് നിർത്താതെ അടിക്കായിരുന്നു. സെല്ലിനുള്ളിലേക്ക് നോക്കിയപ്പോ ആ പെണ്ണിനെ കണ്ടില്ല. മുറി പൂട്ടിയ മാതിരി ഭദ്രമായിരുന്നു. അപ്പോ ആ ശങ്കരന്റെ മുറിയിലേക്ക് ഞാനൊന്ന് നോക്കി. അവിടെ അവിടെ ഒരു അസ്ഥിയോടാ സാറേ ഞാൻ കണ്ടത്. എന്താ മോനത്? വാ നോക്കാം. കാറ്റ് പോയിന്നാ തോന്നണത്. എന്തിനാ പെണ്ണ് അവിടെ പോയി? സുരേന്ദ്ര, പാവം, അവൻ എന്നോട് പറഞ്ഞതായിരുന്നു അവൾ രക്ഷയാണെന്ന്. അവനെ ഞാൻ എന്റെ കൂടെ നിർത്തിയാ മതിയായിരുന്നു. എനിക്കറിയില്ല സാറേ. എന്റെ സുരേന്ദ്ര, ഈ എച്ചിക്കഥകളൊക്കെ നമ്മളെ മേലധികാരികൾ കേൾക്കോ? ഇത് നാട്ടുകാർ വിശ്വസിക്കും. സാറേ സാറേ സാറേ, ഒരു പട ജനം വരുന്നുണ്ട് സാറേ. ഇവന്മാരൊക്കെ എങ്ങനെ അറിഞ്ഞു? താൻ അവരെത്തി പറഞ്ഞു നിർത്ത്. ചെല്ലി. ശരി സാറേ. മോന, താൻ പോയിട്ട് ഇന്നലെ വന്ന മാധവനെ മാത്രം വിളിച്ചോണ്ട് വാ. ബാക്കിയുള്ളവരെ പറഞ്ഞു നിർത്ത്. അവൻ മാത്രമേ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്നതിനുള്ളൂ. ചെല്ലി. ശരി സാർ. കരയല്ലേ സുരേന്ദ്ര, ധൈര്യമാണ് ഇപ്പൊ വേണ്ടത്. അല്ലെങ്കിൽ ശങ്കരനെ രക്ഷി ഒന്നേലും കടുപ്പായിരിക്കും നമ്മളെ സ്ഥിതി. 2 ഭാര്യ 5 കുട്ടികളുടെ കാര്യം എനിക്കറിയാലോ. ചതിക്കല്ലേ. എല്ലാരും അവിടെ നിൽക്കേ. നിർത്തണോ? ശരി സാർ, ഓക്കെ സാർ, അവരെ ഒന്നു. എന്താ സാറേ, എന്താ കാര്യം? മാധവൻ ഇരിക്കൂ, പറയാം. സാറേ, എന്താ ഉണ്ടായത്? ഇരിക്കൂ മാധവൻ. സാർ, ഞാൻ ഇരിക്കുന്നതല്ല പ്രശ്നം. ശങ്കരൻ എന്ത് പറ്റി? ആ പെണ്ണെവിടെ? മാധവട്ടനാകുമ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാധവട്ടനെ മാത്രം വിളിപ്പിച്ചത്. സാറേ, പോലീസുകാരുടെ ഈ മര്യാദ കണ്ടാലറിയാം എന്തോ ആപത്താണെന്ന്. സാർ, കാര്യം തെളിച്ചു പറ. അത് ഇന്നലെ രാത്രി ശങ്കരൻ പറഞ്ഞപ്പോ നമ്മൾ ആരും വിശ്വസിച്ചില്ല. അതപ്പൊ കുഴപ്പമായത്. മാധവേട്ട, ആ ശങ്കരൻ പറഞ്ഞ മാതിരി തന്നെ ആ പെണ്ണ് രക്ഷയായിരുന്നു. അവൾ ആ ശങ്കരനെ തിന്നു. എന്തിനാ എല്ലാരും ഇങ്ങനെ കൂട്ടം കൂടി നേരം വെളിച്ചാകുമ്പോഴേക്കും വന്നിരിക്കുന്നത്? മാറിക്കേ. ഗുഡ് മോർണിംഗ് സർ. ഇത് ശങ്കരന്റെ അമ്മ അമ്മാളുവാ. താനാരാ? ഞാൻ പങ്ങൻ. ഞാൻ ഇന്നലെ ആ പെണ്ണിനെയും ശങ്കരനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാനാ. സാറേ, എന്റെ മോൻ പാവ. മതി മതി, പറയാനുള്ളതൊക്കെ പിന്നെ പറയാം.
സാർ ആദ്യം ഡ്യൂട്ടി കയറട്ടെ. സ്റ്റേഷനിലേക്ക് വരുമ്പോ തന്നെ ആദ്യം അവലാതിയാ പറയാ. സാറ് പോയട്ടെ. ഞങ്ങളുടെ അവരാധി ആരോടാ പറയാ? എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ സമയം മുഹൂർത്തം നോക്കണോ? അവലാതി കേൾക്കേണ്ട സ്ഥലമല്ലേ പോലീസ് സ്റ്റേഷൻ? നിങ്ങളുടെ കാര്യം പറയാനും കേൾക്കാനും അല്ലേ നിങ്ങളുടെ തന്നെ ഒരാൾ ഉള്ളിലുള്ളത്. നിങ്ങളിപ്പോ പോകും. ശങ്കരന് അവളെ സംശയം ഉണ്ടായിരുന്നു സാറേ. ആ പെണ്ണിനെ താൻ എപ്പോഴാ അവസാനം കണ്ടത്? ഞാൻ ശങ്കരനുമായി സംസാരിക്കുമ്പോൾ അവള് സെല്ലിലുണ്ട്. അവൾ യക്ഷിയോ മോഹിനിയോ ആയതുകൊണ്ടാണ് അവന്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാത്തതെന്ന് ശങ്കരൻ പറഞ്ഞപ്പോ അവളെ ഞാനൊന്ന് നോക്കി. അപ്പോഴത്തെ അവളുടെ നോട്ടവും ഭാവം കണ്ടപ്പോ എനിക്ക് പേടിയായി. പിന്നെ രാത്രിയിൽ ക്ലോക്കിന്റെ മണി നിർത്താതെ അടിച്ചപ്പോഴാണ് അവളുടെ മുറിയിലേക്കൊന്ന് നോക്കിയത്. എന്തായാലും ഞാനിത് എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ. യക്ഷി മോഹിനി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കും, സർക്കാരിനും പോലീസിനും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. മോഹന സർ. നിങ്ങൾ ആ വണ്ടിക്കാരൻ പങ്ങനെയും ബാലനെയും കൂട്ടിയിട്ട് വരും. അവരും ഇന്നലെ ആ പെണ്ണിനെ കണ്ടതാണല്ലോ. സർ. ശരി സർ. തൽക്കാലം ഈ ജനം ഒന്ന് അടങ്ങട്ടെ. നിങ്ങളെ സസ്പെൻഡ് ചെയ്തെന്ന് അവരോട് പറയാം. എസ് പി ഓഫീസിൽ നേരിട്ട് പോയി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തോളൂ. എനിക്കതേ ചെയ്യാൻ പറ്റൂ. ആരെയും ശങ്കരനെ ഇവിടെ കൊണ്ടുവന്നത്? ഞാനും ഈ വാസു മാധവനും കൂടിയാ. എന്നാൽ നിങ്ങളും ശങ്കരനെ മാത്രം വരൂ. നിങ്ങൾ അവിടെ നിന്നാ മതി. ബാക്കിയുള്ളവരൊക്കെ മാറിക്കേ. നിങ്ങൾ മാത്രം വന്നാ മതി. സർ, അവരിതാ. സാറേ, എന്റെ മോൻ എവിടെ? അയ്യോ മോനെ! അയ്യോ! ഞാനെ കൊന്നെന്തെങ്കിലും അമ്മ കല്യാണം കഴിപ്പിച്ച് തരുമായിരുന്നോടാ. എന്തിനാ എന്റെ മോനെ? എന്റെ മോനെ! എന്നാലും എന്റെ സുരേന്ദ്ര, നീ എന്നെ എങ്ങനെ ഒരു പൊല്ലാപ്പ് കൊണ്ട് ചാടിച്ചല്ലോ. നിനക്ക് പറയാൻ ഒരു രക്ഷിക്കതെങ്കിലും ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് പറയും? രാവിലെ തുടങ്ങിയത് തത്ത ചലിക്കണ മാതിരി ഞാൻ ഈ കഥ തന്നെ പറയല്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ രാത്രിയിൽ ആ പെണ്ണിനെയും ചെക്കനെയും പിടിച്ച് സ്റ്റേഷനിലിടാൻ? അതിന് നിന്നൊക്കെ പിന്നെ എന്തിനാണ് രാത്രി കാവൽ നിർത്തിയേ? സാറേ, മനുഷ്യർക്ക് കാവൽ നിൽക്കാൻ പറ്റൂ, യക്ഷിക്ക് പറ്റില്ലല്ലോ. എന്റെ നല്ല കാലം ആ യക്ഷിക്ക് ശങ്കരനെ തിന്നതോടെ വയറ് നിറഞ്ഞുള്ളുന്ന എന്റെ സമാധാനം. ഇല്ലെങ്കിൽ എന്റെ ഗതി എന്തായിരുന്നു? അവന്റെ അത്തേന് അവന്റെ തള്ളേക്കാൾ സങ്കടത്തിലായിരുന്നല്ലോ എന്റെ കാര്യത്തില്. കരഞ്ഞത് സത്യ, എന്റെ ജീവൻ തന്നല്ലോ എന്നുള്ള സന്തോഷത്തില. അപ്പൊ നീ പറഞ്ഞ ആ അസ്ഥികൂടത്തിന്റെ കഥ? അപ്പൊ ഞാൻ കണ്ടത് സത്യമായിട്ട് ഒരു അസ്ഥികൂടം തന്നെ ആയിരുന്നു. എന്റെ ദൈവമേ, സുരേന്ദ്രന് പറയാൻ ഒരു അസ്ഥികൂടത്തിന്റെ കഥയെങ്കിലും ഉണ്ട്. ഞാൻ എന്ത് പറയും? യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ഇനി മനുഷ്യനല്ലേ, അത് പറഞ്ഞിരിക്കാം. ആളെ തിന്നില്ലല്ലോ. സാറ് വരൂ. അത് പറയാറായിട്ടില്ല സുരേന്ദ്ര. ഗുഡ് മോർണിംഗ് സാർ. ആരാ? ഞങ്ങൾ കൽപ്പുള്ളി സ്റ്റേഷനിൽ വരിക. അപ്പൊ യക്ഷിയുടെ ആൾക്കാരല്ലേ? നിങ്ങൾ സത്യമായിട്ട് യക്ഷിയെ കണ്ടോ? കാണുമ്പോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത് യക്ഷിയാണെന്ന്. അപ്പോ നിങ്ങൾ അവളെ ശരിക്കും നോക്കിയില്ലേ? ശരിക്കും നോക്കാൻ അവിടെ സമയം കിട്ടിയത്? അതിന്റെ കൂടെ ഒരു പരപ്പ് ജനമല്ല ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും പോയിട്ട് വിസ്തരിച്ച് കാണാന്ന് വിചാരിച്ചപ്പോ യക്ഷി കടന്നുപോയി. പിന്നെ ഈ സുരേന്ദ്രനാണ് രാത്രി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾ അവളെ നല്ലോണം കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗിയുണ്ട്, പക്ഷേ അത് നമ്മളെ ഒന്ന് നോക്കിയാ അറിയാതെ അടിവയറ്റിന്ന് ഒരു ആന്തൽ വരും നമുക്ക്. പിന്നാരും അതിനെ നോക്കില്ല. അല്ല, അതൊന്നും മിണ്ടിയില്ലേ? അത് ശബ്ദിച്ചിട്ടേ ഇല്ല. ശരി, ഈ യക്ഷിക്കഥയൊക്കെ സാറിനോട് പറഞ്ഞു നോക്കാം. ഏറ്റാൽ നിങ്ങൾക്ക് രക്ഷ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞു നടക്കാൻ ഒരു കഥയായല്ലോ. സാർ അകത്തുണ്ട്, വരും.